KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികളുണ്ട് എന്നറിയാമല്ലോ. അതിലൊരാൾ CK ഗോപാലകൃഷ്ണനാണ് ഒന്നാം പ്രതി. പിന്നെ ഒരു ഷാജഹാനുണ്ട്, ഒരു യൂട്യൂബറാണ്. പിന്നെ ഒന്ന് യാസിർ എടപ്പാളാണ്. അതിലൊന്നാം പ്രതിയായ പ്രാദേശിക നേതാവ് CK ഗോപാലകൃഷ്ണൻ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല. എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. നമുക്കൊപ്പം ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണനാണ് ഇപ്പോൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നറിയിച്ചിരിക്കുന്നത്. ഷാജഹാന്റെ വിവരം എന്തെങ്കിലും ഉണ്ടോ? മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനാണോ നീക്കം? ശരൺ, അരുൺകുമാർ, എന്തായാലും KM ഷാജഹാൻ ഇന്ന് ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവിടേക്ക് പുറപ്പെട്ടില്ല, കൊച്ചിയിലേക്ക് പുറപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എനിക്ക് പിന്നിൽ കാണുന്ന ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് KM ഷാജഹാനും നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേസിലെ ഒന്നാം പ്രതിയായ CK ഗോപാലകൃഷ്ണൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം CK ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഇനി മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്ന ശേഷം, കോടതിയുടെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടായ ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരായാൽ മതിയെന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഗോപാലകൃഷ്ണനെ ഒന്നാം പ്രതിയാക്കാനുള്ള കാരണം ഗോപാലകൃഷ്ണനാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ അപവാദ പ്രചരണത്തിന് നേതൃത്വം നൽകിയെന്നുള്ളായിരുന്നു KJ ഷൈനിന്റെ പരാതി. ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇയാളാണ് പങ്കുവയ്ക്കുന്നത്. അതിനുശേഷമാണ് ഇത് മറ്റുള്ളവർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CK ഗോപാലകൃഷ്ണനെ കേസിൽ ഒന്നാം പ്രതിയാക്കിയിരുന്നത്. ഇന്നലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നതാണ്. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്നുള്ളതും കണ്ടെത്തിയിരുന്നതാണ്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് 2 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിരുന്നത്. ഇന്നലെ KM ഷാജഹാന്റെ വീട്ടിൽ രാത്രിയാണ് പരിശോധന നടത്തിയിരുന്നത്. അങ്ങനെ KM ഷാജഹാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ച ഐഫോൺ, അതായത് ഈ യൂട്യൂബിൽ വീഡിയോ പങ്കുവയ്ക്കാനടക്കം ഉപയോഗിച്ച ഐഫോൺ കസ്റ്റഡിയിലെടുക്കുകയെല്ലാം ചെയ്തിരുന്നു. ഇതിന് പുറമെയാണ് യാസിർ എടപ്പാൾ എന്ന യൂട്യൂബർക്ക് നോട്ടീസ് നൽകിയത്. എന്തായാലും യാസിർ എടപ്പാളും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ വിദേശത്താണെന്നുള്ള വിവരമാണ് ഇപ്പോഴും അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ഇനി വ്യക്തത വരാനുള്ളത് KM ഷാജഹാന്റെ കാര്യത്തിലാണ്. KM ഷാജഹാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ഇതാണ് ഒരു കാര്യത്തിൽ വ്യക്തത വരണം എന്നുള്ളതാണ്. താങ്ക് യു ശരൺ. അപ്പോൾ